അപ്പൊ ചേച്ചി പറഞ്ഞത് ഒറ്റ കോളിൽ എൻ്റെ 2 കുട്ടികളും ഫോൺ എടുക്കും. നമുക്ക് നോക്കാം. ഇതില് ഇവർ ഈ ഒരു ഫോട്ടോ നോക്കി ഇവരോട് എന്താ പറയാനുള്ളത്? ഇപ്പം എനിക്കൊരു ചെറിയ മുട്ടിനൊരു കീ ഹോള് വന്നതിന് രണ്ടും കൂടെ ഒരുത്തൻ ലഡാക്കിയത് രാജു. ഇന്ദ്രൻ അന്ന് എവിടെയായിരുന്നു? മറ്റേ ഇതിൻ്റെ പൂജ. അയ്യോ അതിൻ്റെ പേരെന്താ? ഹിന്ദി ഡയറക്ടറുടെ 2 പേര് ഓടി വന്ന്. മണിക്കുട്ടൻ ഓർ രജിസ്ട്രാർ ഓർ അഖിൽമാരാർ. താടിയൊക്കെ അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയാ. കാണുന്ന വടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരു തന്നെ. അവൻ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ് ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്താണ്. ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറയാം, പക്ഷെ ഇങ്ങനെ ഒരു കൂലി വേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചത് ഇല്ല. ചുമ്മാതാ ഒരു ഭയങ്കര അഭിനേതാവാണ്. പക്ഷെ സിനിമയിലുണ്ട് അഭിനയിച്ചത് പറ്റിയില്ല, അല്ലാതെ അഭിനയിക്കാൻ വിടുകയാണ്. ഒന്നും അന്വേഷിക്കണ്ട, ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യസാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനാണ് പറ്റിയാണ് അങ്ങനെയൊക്കെ പറയാനാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പാവം കൊച്ചൻ ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം. പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ. നമ്മളത് അവനവിടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ, ഈ എന്താണ് മെമ്മറി കാർഡിന്റെ മെമ്മറി കാർഡ് എൻക്വയറി. അത് എന്നെ വെച്ചു. അത് കഴിഞ്ഞ് വേണ്ട, അയ്യോ മല്ലികാന്റി പിന്നെ ലൂസ് സ്റ്റോക്കറാണ്, എല്ലാം വിളിച്ചു കൂവിക്കളയും എന്നൊക്കെ പറഞ്ഞ് മാറ്റി. ഇത് കേട്ടാ തോന്നുന്നു ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോസ്റ്റാണ് നമുക്ക് തന്നു. അത് ആർക്ക് വേണമെന്ന് ഇതൊക്കെ മെമ്മറി കാർഡ് അന്വേഷിക്കാൻ? പിന്നല്ല, ബെസ്റ്റ് ജോലി. അപ്പൊ ചേച്ചി പറഞ്ഞത് ഒറ്റ കോളിൽ എൻ്റെ 2 കുട്ടികളും ഫോൺ എടുക്കും. നമുക്ക് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. അല്ല ഷോർട്ടിലാണേലല്ല, ചുമ്മാ അവരമ്മാന്നായിട്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറിന്. അല്ലാതെ ഇപ്പോൾ ഷോർട്ടിലാണെങ്കിൽ സുരേഷ് എടുക്കും ഫോൺ, എന്നിട്ട് പറയും അമ്മയെ ഇപ്പം തിരിച്ചു വിളിക്കും പറയും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അങ്ങനൊന്നും ഇല്ല, കൊള്ളാം. അതൊക്കെ നമ്മുടെ പിള്ളേർ പാവങ്ങൾ. എന്തിനാ അവരെ ചുമ്മാ പറയുന്നത്? ശക്തമായ വെയിറ്റിംഗ്. ആദ്യം രാജുവിനെ വിളിച്ചു നോക്കിയാലോ? അയ്യോ രാജുവിനെ രാജമൗലി എന്തോ ലൗഡ് സ്പീക്കർ ആ സെറ്റിൽ പോയി. ഒരു മിനിറ്റ്, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ പ്രൗഢഗംഭീരമായ സ്റ്റേജ് അല്ലേ വീഡിയോ? മഹേഷ് ബാബു ഫിലിം അല്ലേ? എനിക്ക് പോയി തുടങ്ങിയില്ല. എനിക്ക് ഒരു മിനിറ്റ്, സ്പീക്കറോടെ അതിൻ്റെ കിട്ടി. അറിയത് ആരാ? സുരേഷാ? ആണോ? അല്ല പോലെ, ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു രാജു പണ്ട് വിളിച്ചപ്പോൾ ഒറ്റ തവണ ഫോൺ എടുത്ത്. ഞാൻ പറഞ്ഞു അതിനെക്കാട്ടി എടുക്കുന്നത് ഇന്ദ്രനാന്ന് പറഞ്ഞു. പക്ഷേ ഷോർട്ടിലാണെങ്കിൽ കിട്ടത്തില്ല. അപ്പം ചുമ്മാ അവരെ നീ ഫോൺ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. ഒന്നും പറയാനില്ല, മക്കൾ പോയി അഭിനയിക്കും കേട്ടോ. അത് കലക്ക സാധനം, അത് കലക്ക. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കാമായിരുന്നു. ഒന്നും സംസാരിച്ചില്ല. എന്തോ ഇവിടെ അവിടെ എടുത്തോണ്ട് അവരെന്തോ പറയാം. എന്നാലും ഒറ്റക്കൂടി എടുത്ത് അതൊരു ട്രെൻഡ് സെറ്റർ സാധനമായിരിക്കും കേട്ടോ. ഞാൻ അമ്മ അല്ലമ്മ ഞാനന്ന് അല്ല, അത് ഏതാണ് ഇവർ 2 പേരും അമ്മ എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ നിവർത്തി ഉണ്ടെങ്കിൽ അവരെ എടുക്കുകയുള്ളൂ ഫോണ്. പിന്നെ വല്ല ഷോർട്ടിലാണെങ്കിൽ പറയാം. അവർക്ക് ഒന്നല്ലേ ഉള്ളൂ, ഇങ്ങനെ പറയാൻ ഒരു അമ്മ ഒന്നല്ലേ ഉള്ളൂ, അവരെ എടുത്തല്ലേ പറ്റൂ. തീർച്ചയായിട്ടും അച്ഛൻ എപ്പോഴേ പോയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ എപ്പോഴും പറയും, എനിക്കൊരു ചെറിയ മുട്ടിനൊരു കീ ഹോള് വന്നതിന് രണ്ടും കൂടെ ഒരുത്തൻ ലഡാക്കിയത് രാജു. ഇന്ദ്രൻ അന്ന് എവിടെയായിരുന്നു? മറ്റേ ഇതിൻ്റെ പൂജ. അയ്യോ അതിൻ്റെ പേരെന്താ? ഹിന്ദി ഡയറക്ടറുടെ 2 പേര് ഓടി വന്ന്. ഞാൻ എടാ ഇതെന്തോ കീ ഹോളാണ്, ബോധം കെടുത്തുന്നൊന്നും ഇല്ല, ലോക്കൽ അനസ്തേഷ്യ. വേണ്ട ഇതൊക്കെ ഇതൊക്കെ വാചകമൊക്കെ കഴിക്കുമെങ്കിലും പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത്. 2 പേരും വന്ന് അവിടെ ഇരുന്നു. പിറ്റേ ദിവസമാണ് പോയത്. ശരിക്കും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. എന്നാലും ഒരു 2 മിനിറ്റ് സംസാരിച്ചില്ല, എനിക്ക് വിഷമമുണ്ട്. എന്തോ സംസാരിക്കാൻ? ഇവിടെ എൻ്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവൻ സംസാരിക്കരുത്. അതൊരു കാര്യം ചെയ്യ, അവനും കൂടെ കൊച്ചിയിലുള്ളപ്പം അതെ ഒരു ദിവസം ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നല്ലേ? അത് പറ്റും, അവിടെ ആണെങ്കിൽ പറ്റും.
ട്രൈ ഒന്ന് ചെയ്യും ഞങ്ങൾ എന്താണെങ്കിലും. അല്ല അവിടെ ചെന്നാൽ മതി, അവനൊരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ. ഉണ്ട്. അത് ശരി. അപ്പോൾ ചേച്ചി, അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക്, എന്നാലും ചേച്ചിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് മിസ് യു എന്ന് പറയാൻ തോന്നാറുണ്ടോ? അല്ല അതൊക്കെ തോന്നും, പ്രത്യേകിച്ച് എനിക്ക് കൊച്ചുമക്കളാ. രാജുവിന്റെ മോളും ഇന്ദ്രന്റെ രണ്ടാമത്തെ മോളും നക്ഷത്ര അലങ്കൃത. ഇപ്പൊ ഇങ്ങനൊന്നും അല്ല കേട്ടോ, വേറെ വലിയ ഫോട്ടോ ഒക്കെ അവിടെ കൊച്ചിയിലുണ്ടായിരുന്നു, പുതിയ ഫോട്ടോ ഒക്കെ. ഇത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൂട്ടത്തിൽ ആരെയാ ചേച്ചി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? സത്യം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാ? മിസ് ചെയ്യുന്നു ഈ കൂട്ടത്തിൽ ഇത്രയും പേര്, അതായത് ഇതില് രാജുവേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, പൂർണിമ ചേച്ചിയുണ്ട്, നമ്മുടെ പിന്നെ സുപ്രിയ ചേച്ചിയുണ്ട്, മക്കളുണ്ട്. രണ്ടുപേരെ ഒരുപോലെ മിസ് ചെയ്യും. നക്ഷത്രയും അലങ്കൃതയും എന്നെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കൊച്ചുമക്കളാണ്. അവള് അലങ്കൃത ഒരക്ഷരം രാജുവിന്റെ അടുത്ത് ചുമ്മാ കളിപ്പീരെങ്കിലും രാജു വല്ലതും ഡാഡാ ഡോണ്ട് ടെൽ ലൈക്ക് ദാറ്റ് എന്നൊക്കെ ഞാൻ ഭയങ്കര ഇതാണ്. ഷീസ് മൈ അച്ഛമ്മ, ഭയങ്കര പോസസീവാണ്. ഇതില് ഇവര് ഈ ഒരു ഫോട്ടോ നോക്കി ഇവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ പറയാം, ഇത് നമ്മുടെ ഫാമിലിയെ നോക്കി എന്താ പറയാ? ശരി. അല്ല, ഈ ഫോട്ടോ നോക്കി പറയാനുള്ളത് ഇതെല്ലാവരും കൂടെ ഒന്നിച്ചൊരു കുടക്കീഴി വരുമോന്ന് തോന്നും. സംശയമാവനെ എല്ലാവർക്കും ഓരോരോ ജോലിയാണ്. പൂർണിമ അതിൻ്റെ അങ്ങേപ്പുറത്തെ ബിസി, പ്രാണ ബൊട്ടിക്കും പിള്ളേരുടെ പഠിപ്പീരും എല്ലാം കൂടെ. സുപ്രിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ അത് ഇതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി ബിസി. മോളാണെങ്കിൽ ഇപ്പം മറ്റേ ബോംബെയിലെ അംബാനിയുടെ അവിടെ ഒരുപാട് എപ്പോഴും പേരൻസ് ഓരോന്നിനൊക്കെ ചെല്ലുകയും പിടിക്കുകയൊക്കെ വേണം. അപ്പം രാജുവിന് അതിന് നേരം കിട്ടാത്തതുകൊണ്ട് സുപ്രിയ അതൊക്കെ നോക്കുന്നത്. അപ്പൊ വന്നും പോയി ചേച്ചി ഇവിടെ ഒറ്റയ്ക്കായി ഇന്ന് സാരം. ഇവിടെ അല്ല, ഞാൻ കൊച്ചിയാ കൂടുതലും. കൊച്ചിയിലാ? ഇവിടെ പിന്നെ അങ്ങനെ ഉള്ളൂ, അതേ ഉള്ളൂ. അപ്പൊ ഈ ഫോട്ടോ നോക്കി എന്താ പറയാനുള്ളത്? മര്യാദയ്ക്ക് വയസ്സായി തുടങ്ങി, അടുത്ത പ്രാവശ്യം മുതൽ ജന്മനാളിനോ ഓണത്തിനോ വിഷുവിനോ ഒക്കെ ഇവിടെ വരിക. ഇവിടോ കൊച്ചിയിലോ എൻ്റെ വീട്ടിൽ വരും പിറന്നാളിന് വരും, എല്ലാ പിറന്നാളിലെത്തും അല്ലേ? ആ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത യെസ് ഓർ നോയിലെ അടുത്ത ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. നമുക്ക് തീർത്തു. അമ്മയേക്കാൾ മറ്റാർക്കും മക്കളെ മനസ്സിലാക്കാൻ കഴിയില്ല. യെസ് ഓർ നോ? യെസ്. അത് സംശയമില്ല അല്ലേ? ഒറ്റയ്ക്ക് വളർത്തിയ സിംഗിൾ മദർ എന്ന രീതിയിലല്ലേ? വെറുതെ ഒരു ബാഹ്യമായ രൂപം വെച്ചുകൊണ്ടുള്ള അസസ്മെന്റ് ആണ്. അതാണ് അവർ ഹു ആർ ദേ ആക്ച്വലി എന്നുള്ളത് എനിക്കറിയാം. പണമുണ്ടെങ്കിൽ എല്ലാമായി ഇല്ല. ഒരു അസുഖം വന്നാൽ അധികമുള്ള പണം പെട്ടെന്ന് പോയി കിട്ടും. ഒരു ക്യാൻസർ പിടിച്ചാൽ മതി, ഒരു ഇഞ്ചക്ഷൻ. എൻ്റെ ചേട്ടൻ ക്യാൻസറിന്റെ വലിയ ഡോക്ടറാണ്, ഡോക്ടർ എം.വി. പിള്ള. അയ്യോ കഷ്ടം. ഓരോരുത്തർ വന്ന് സാറേ അവിടെ കിടന്ന് 15 ലക്ഷമായി 13 ലക്ഷമായി എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ. അപ്പോൾ നോക്കുമ്പോഴറിയുന്നത് ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷം രൂപ ഒക്കെയാണ്. എത്ര പണം ഉണ്ടാക്കിയാലും എന്തോ മോനെ, പണത്തിലൊന്നും ഒരു കാര്യമില്ല. ആ പണം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ നാല് വഴിക്കൊക്കെ പോവും. തീർച്ചയായിട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ഭരണകൂടത്തിനും പങ്കുണ്ട്. യെസ് ഓർ നോ? ഭരണകൂടം ഇവിടെ കേരള സംസ്ഥാനത്തെ ഭരണകൂടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മന്ത്രി, ഭരിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അവര്. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ താഴത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഒരു ചന്ദനം കൊടുക്കുന്ന ഒരു ഗ്രേഡിലുള്ള ഒരു പോറ്റി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നാലും ശരി അവരറിയാതെ അത് പോകില്ല എന്നുള്ളത് 100%. പക്ഷേ അത് കൊണ്ടുപോയതും കൊടുത്തതും പിടിച്ചതും എടുത്തതും ഒക്കെ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർക്ക് എല്ലാത്തിലും അങ്ങ് പങ്കാതെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നില്ല. ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ദേ ആർ ടോട്ടലി റെസ്പോൺസിബിൾ. അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു പിക്കപ്പ് വണ്ണും കൂടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പം ഇത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നമ്മൾ ഒരു 5 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ സെഗ്മെന്റ് കാണാൻ വേണ്ടി മാത്രം ഒരു പ്രേക്ഷകരുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഇന്ദ്രേട്ടൻ ഓർ പൃഥ്വിരാജേട്ടൻ, രാജുവേട്ടൻ, ഇതിലാരാണ് കൂടുതൽ ഇഷ്ടം? ഇതിന്റെ ഇഷ്ടമുള്ളൊരു പിക്കപ്പ് ആണ് ഒരാളെ കൂടുതൽ ഇഷ്ടം. ഇത് ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത് രഞ്ജിനി ഹരിദാസ്. അത് ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം വലിയതായിട്ട് വൈറലായതാ. ഞാൻ ചോദിച്ചു രഞ്ജിനിക്ക് വലത്തെ കണ്ണ് വേണോ ഇടത്തെ കണ്ണ് വേണോ, ഒരെണ്ണം തരാം, ഏത് വേണം? എന്തോന്ന് ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അടുത്ത സിമ്പിളായിട്ട് വേറെ ചോദിക്കാം. പൂർണ്ണിമ, അത് നമ്മൾ മാന്യമായ ഉത്തരവാണ്, അത് നമ്മൾ വിട്ടിരിക്കുന്നത്. അടുത്ത് ചോദിക്കാം. പൂർണിമ ഇന്ദ്രജിത്ത് ഒരു സുപ്രിയ മേനോൻ. എനിക്കറിയാം കുടുംബകലഹം ഉണ്ടാക്കാൻ ഇതുപോലെ മിടുക്കര് കൂടുതൽ കാണുന്നത് പൂർണിമയാണ്. കാരണം പൂർണിമ കൊച്ചിയിലുണ്ട്. സുപ്രിയ ഒരു 2 കൊല്ലം മുമ്പ് വരെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുമായിരുന്നു. ഇപ്പം മോളുടെ വെക്കേഷൻ അനുസരിച്ചേ വരുന്നുള്ളൂ, അതുകൊണ്ട് കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പൂർണിമയുമായിട്ടാണ്. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ?
ഒരാളെ പറയണേ. ഹരിശ്രീ അശോക്, സലീം കുമാർ. സലീം കുമാർ. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? അതൊന്നും ഞാൻ കമന്റ് ചെയ്തില്ല. അയ്യോ ഈശ്വര. മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽ മാരാർ? രജിസ്റ്റാറോ? മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽ മാരാർ? രജിത് സാർ എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു. മനസ്സിലായി, മറ്റേ താടിയൊക്കെ ഇതിലാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽ മാരാരെയാ. തീരെ ഇഷ്ടമില്ല. കാണുന്ന വടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്നവർ തന്നെ. അവൻ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ്, ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർഥ്യമുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ ഇങ്ങനെ ഒരു കൂലിവേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ ഇല്ല, ചുമ്മാതാ. ഒരു ഭയങ്കര അഭിനേതാവാണ്. പക്ഷെ സിനിമയിലോട്ട് അഭിനയിച്ചത് പറ്റിയില്ല, അല്ലാതെ അഭിനയിക്കാൻ മിടുക്കനാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനന്ന് അവിടെ വെച്ച് പറയുകയും ചെയ്തു നല്ല മിടുക്കനാന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരെ പിന്നെ അങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാർ കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ്റെ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്, കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ. പിന്നെ അവൻ്റെ വേറെ ഇപ്പോൾ മോഹൻലാലിൻ്റെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യമല്ല ഞാനീ പറഞ്ഞത്. അവൻ്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് എല്ലാം ചോദിച്ചു നോക്കട്ടെ എല്ലാവരുടെയും കാര്യങ്ങൾ. ഒന്നും അന്വേഷിക്കണ്ട, ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യസാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനാണ് പറ്റിയാണ് അങ്ങനെയൊക്കെ പറയാനാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പാവം കൊച്ചൻ ജീവിച്ച് പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം, പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ. നമ്മളത് അവനവിടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു. എനിക്ക് 71 വയസ്സായി. വളർന്നു വരുന്ന ഒരു കലാകാരൻ്റെ നേരെ നമ്മളാരും. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് 71 വയസ്സെന്ന് പറയണ്ട, ചേച്ചിക്ക് എത്ര വയസ്സെന്ന് തോന്നുന്നു? എന്തായാലും ശരി. അതെങ്ങനെയുണ്ട്? അതെങ്ങനെ ഉണ്ടായിരുന്നു? പതിനേഴാക്കിയല്ലോ. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നത് ഈ തരം ലൂസ് ടോക്കിലൂടെ എനിക്ക് പോയി കിട്ടി. ഇപ്പൊ ഞാനൊരു ട്രോളറായിട്ടാണ് കാണുന്നത്. അതേ ഉള്ളൂ. പിന്നെ ഇഷ്ടം ആരെയാണ് ഈ 3 പേരിൽ അത് ചോദിച്ചാൽ മണിക്കുട്ടനെ ഇഷ്ടം. ശോഭന ഓർ ഉർവശി? ഉർവശി. അത് സംശയമില്ല അല്ലേ? ശോഭനയാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനിൽ പടയണിയിൽ അഭിനയിച്ചത്. പക്ഷെ ഉർവശി ഭയങ്കര അത് മാത്രമേ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, പെരുമാറ്റം ഫ്രണ്ട്ലിയാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. ചിത്ര ചേച്ചി ഓർ സുജാത ചേച്ചി? അയ്യോ, അവരെ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ട. അല്ല, ഒരാളെ പറയാൻ പറഞ്ഞ കൂടുതൽ ഇഷ്ടം, കൂടുതൽ കേൾക്കുന്ന പാട്ടാവാം. കൂടുതൽ കേൾക്കുന്ന ചിത്രയുടെ. റിമി ടോമി ഓർ മഞ്ജരി? റിമി ടോമി. മഞ്ജരിയുടെ ചില ഈ TV-യിലെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുള്ള അങ്ങനെ പാട്ടുകളായിട്ട് എനിക്ക് അങ്ങനെ കിട്ടാറില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. റിമി ടോമി പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. ദോഹയെ താമസിച്ചപ്പോൾ അവിടെയും വരും പാടാൻ, അമേരിക്കയിലുണ്ടായിരുന്നപ്പോൾ അവിടെയും പാട്ടാന്ന് കേട്ടു, സർവത്ര പാട്ടാ റിമി. അയ്യോ. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? ദാസേട്ടൻ. ഗാനഗന്ധർവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സംശയമില്ല, ദാസേട്ടനെ കണ്ടാണ് ഇവരൊക്കെ. ജയേട്ടൻ്റെ കാര്യമല്ലേ മതി. MG ശ്രീകുമാറൊക്കെ ഇപ്പം വന്ന് ദാസേട്ടനായിരിക്കുമല്ലോ അവരുടെയൊക്കെ ഒരു ഗുരുനാഥൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് അവരൊക്കെ കാണുന്നത്. ഈ പ്രായത്തിലും ദാസേട്ടൻ പാടുന്ന കണ്ടില്ലേ? അമേരിക്കയിൽ ഇരുന്ന് അദ്ദേഹം പാടുന്നുണ്ട്. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? തിരുവനന്തപുരം ഇഷ്ടം കൂടുതൽ. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? ആരെയാ ഇഷ്ടം? രാഹുൽ ഗാന്ധിയോ മറ്റേ മോന്? അയ്യോ, നരേന്ദ്രമോദി. ഞാൻ രാജീവ് ഗാന്ധി. അങ്ങനെ രാജീവ് ഗാന്ധി ഓർ നരേന്ദ്രമോദി വെച്ചാലോ? അല്ല, അതിനിപ്പം മാറ്റാൻ ഒക്കത്തില്ല, ഒരിക്കൽ പറഞ്ഞു പോയി നരേന്ദ്രമോദി. അടുത്തത് VS ഓർ OC? OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഓർ VS അച്യുതാനന്ദൻ? ആരോടാണ് ഇഷ്ടം? കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിനോടാവും. അത് എല്ലാവരും ഒരേ സ്ഥലത്ത് ഉമ്മൻചാണ്ടി സാറാട്ടോ പറഞ്ഞത്. പിണറായി വിജയൻ ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? അല്ല, രാജീവ് ചന്ദ്രശേഖരനെ നമ്മളൊരു അതൊന്നും പറയണ്ട, മൂന്നിൽ ഒരാളെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. കൂടുതൽ ഇഷ്ടമുള്ള നേതാവെന്ന് കൂട്ടിയാൽ മതി. പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് കൂടെ അല്ല, വ്യക്തിപരം അങ്ങനെയല്ല, സുഖോട്ടനായിരുന്നു ആ പ്രസ്ഥാനമായിട്ട്. പക്ഷെ പല കാര്യങ്ങൾക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ദൈവമേ, ഇദ്ദേഹത്തെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ട്. പുറത്ത് നിൽക്കുന്ന മീഡിയക്കാർക്ക് കുറ്റം പറയാൻ 100 എണ്ണം ഉണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം അതിനൊരു ആക്ഷൻ എടുക്കാറുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. CPM ഓർ കോൺഗ്രസ് ഓർ BJP ഓർ ലീഗ്? അയ്യോ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഏതാ ഇഷ്ടം? അത് പറയത്തില്ല. രാഷ്ട്രീയ നിലപാടും കൂടി ചേച്ചി എല്ലാത്തിനും നിലപാട് പറയുന്ന ആളാണ്, അത് വിട്ടുകളയരുത്. ഇനിയിപ്പോ ചേച്ചിക്ക് ആരെ പേടിക്കാനാ? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആര് പേടി?
ഞാൻ ആരുടെ ഒരു സ്ഥാനമോ ഒരു ദയാ പൈസയോ മേടിച്ചിട്ടില്ല. പിന്നെ വല്ല മേടിക്കണ്ടോ? ആ ചാരാ എനിക്ക് ഒരു സ്ഥാനം വേണ്ട. CPM, കോൺഗ്രസ്, BJP ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആരെയും പറയണം? CPM പറയാം. CPM ആണ്. നമുക്ക് എന്നും CPM തന്നെയാണ്. കോൺഗ്രസ്സുകാരൊക്കെ നമ്മളെ ഒരുപാട് വേണ്ടാത്തൊക്കെ പറഞ്ഞു ഇടയ്ക്ക്. ഞാനത് എനിക്കതിനകത്ത് സങ്കടമുണ്ട്. അത് ഞാൻ പറയും. പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ പറയും. ഞാൻ 2-3 പ്രാവശ്യം കണ്ടത് അല്ല, അങ്ങനല്ല. ചിലപ്പോൾ ചില വെറുതെ ആവശ്യമില്ലാതെ നമ്മളൊക്കെ കാര്യസാധ്യം മറ്റേ അതാണ് ഇതാണ്. അതിനകത്ത് ആണുങ്ങളല്ല കൂടുതലും പെണ്ണുങ്ങളാണ്. അവരുടെ പേര് ഞാൻ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മളെ ഒക്കെ ഒരുമാതിരി. അപ്പം ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു, എനിക്ക് ഈ രഘുപതി രാഘവ രാജാറാം പാടാൻ വേണ്ടി മാത്രം KPCC വരാൻ വയ്യ. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യാം എന്ന് ഞാൻ അവരോട് നേരിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു, കാണേണ്ട സമയത്ത് കാണും. ചുമ്മാതെ അവിടെ വന്ന് ഇരുന്നിട്ട് രഘുപതി പാടുക എഴുതിയിരുന്നു നമ്മൾ. ഇൻസ്റ്റ ഓർ FB ഓർ യൂട്യൂബ്? ഫേസ്ബുക്ക്. പക്ഷേ എനിക്ക് ഒരു ഫ്രണ്ട്സ് ലിസ്റ്റാണ്, അതെല്ലാം കിട്ടത്തില്ല എനിക്ക്. ഞാൻ സെലക്ട് ചെയ്യും. അങ്ങനെ അല്ലേ? ഓക്കെ. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ട്രഡീഷണൽ ആണ്. പണം ഓർ സൗഹൃദം? സൗഹൃദം. പണമൊക്കെ ഏത് കള്ളം വിചാരിച്ചാലും ഉണ്ടാവും. നല്ല സൗഹൃദം കിട്ടാൻ പാടാ. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? ഡേ ലൈഫ്. നൈറ്റ് ലൈഫോ? ഇല്ല, കണ്ണുപോലെ ശരിക്കും കാണത്തില്ല. അയ്യോ. നെഗറ്റീവ് ഓർ പോസിറ്റീവ്? പോസിറ്റീവാ. ഞാൻ എപ്പോഴും പോസിറ്റീവ്. തീർച്ചയായിട്ടും. WCC ഓർ അമ്മ? രണ്ടും കണക്കാ. അങ്ങനെ ഞാൻ എന്താണോ അവരിൽ നിന്ന് വിചാരിച്ചത് അതുപോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ. ചിലപ്പോൾ എനിക്ക് പാർവതിയും ദീദിയും നമ്മുടെ പ്രേംചന്ദിൻ്റെ അവർ രണ്ടും പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനകത്തോട്ട് എനിക്ക് ബഹുമാനമുണ്ട്. ബാക്കിയുള്ളവരൊന്നും ചിലപ്പോൾ ഒന്നും മിണ്ടാറേയില്ല. ഒരു പാർട്ടി വെച്ച് സംസാരിക്കുന്നതിൽ തോന്നുന്നു നമുക്ക്. അതല്ല ചെയ്യേണ്ടത്. ആർട്ടിസ്റ്റുകളുടെ കാര്യം നോക്കണം. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പെണ്ണുങ്ങളെ നടക്കുന്നു. എന്തോന്ന് ചെയ്തിവർ. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി. സിനിമ ഓർ സീരിയൽ? സിനിമ ഓർ സീരിയൽ? ചേച്ചി രണ്ടും ചെയ്യുന്ന ആളാ അല്ലേ? അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം? അല്ല, സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞ്, എനിക്ക് നല്ല പ്രായത്തിൽ പോലും ഞാൻ ഏതെങ്കിലും ഒരു സംവിധായകൻ പറയട്ടെ, മല്ലിക ചേച്ചി വിളിച്ച് നിരന്തരം വേഷം ഇന്നേ വരെ എന്നെ നിങ്ങളുടെ പടത്തിലിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ തമാശ പറഞ്ഞ കൂടുതലും ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ നിവിനൊക്കെ കൂടെ ലവ് ആക്ഷൻ ഡ്രാമ എടുത്തില്ലേ, അവിടെയാണ് ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കൂടുതൽ സംസാരിച്ചത്. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ വിശാഖ് ഒരുപാട് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലേക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സീരിയലായിരിക്കും എൻ്റെ കുറച്ചുകൂടെ എനിക്കൊരു ഹോംലി. എനിക്ക് പോയിട്ട് എനിക്ക് വരേണ്ട സമയത്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ നാളെ ഇന്നാര് പോകും അവിടെ നിങ്ങൾ നാളെ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറച്ചൊരു അഡ്ജസ്റ്റബിൾ സീരിയലാണ് എൻ്റെ ഈ പ്രായത്തിൽ. കൊച്ചു പിള്ളേർക്കൊക്കെ അവിടെ സെറ്റിൽ വന്ന് ടിക്ടോക്ക് റീലും ഒക്കെ എടുത്ത് അവർക്കൊക്കെ ചിലപ്പം എല്ലാം ഇഷ്ടമായിരിക്കും. നമുക്ക് അതൊന്നും വയ്യ. അപ്പം ചേച്ചി വയ്യ എന്നാണ് അവസാനം പറഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്റർവ്യൂ കൊണ്ടും വയ്യ ഉണ്ടായല്ലേ? അതാണ് സത്യം. അങ്ങനെ വയ്യാതായതാ ഇപ്പൊ, അല്ലെങ്കിൽ വേറെ വയ്യായ്മ. അല്ല, എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ചേച്ചി ഇന്റർവ്യൂ? സത്യം എന്തായിട്ട്? അല്ലല്ലേ, നിങ്ങളൊക്കെ ഇങ്ങനെ മിടുക്കന്മാരായിട്ട് ചോദിക്കുന്നതിലാണ് എനിക്ക് അഭിമാനം. കാരണം ചിലരിങ്ങനെ ഒരുമാതിരി പേടിച്ച് വിറച്ച് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും. അതാണ് സിനിമയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ പൊന്നുമോനെ ഉള്ള കാര്യം. പക്ഷെ അത് തോന്നലാണ്. നമ്മുടെ കാര്യങ്ങൾ പറയേണ്ട രീതിക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. അത് പറഞ്ഞാൽ ഉടനെ ഇവിടെ ജീവിതം പോകുമെന്ന് ധരിക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ഈ സംഘടനകളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് നമ്മളായിട്ട് നമ്മളൊരു സെൽഫ് റെസ്പെക്ട് കൊടുത്തിരിക്കണം. അക്കാര്യത്തിൽ എനിക്ക് വാസ്തവത്തിൽ ശ്വേത കുറച്ച് മിടുക്കിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ഐ ഡോണ്ട് നോ ദ കറന്റ് പ്രോബ്ലം എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതൊരു പരിധി വരെ അതിനകത്ത് കുക്കു പരമേശ്വരനൊക്കെ എന്താണ്ട് ഇങ്ങനെ പണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ, ഈ എന്താണ് മെമ്മറി കാർഡിന്റെ മെമ്മറി കാർഡിന്റെ എൻക്വയറി. അത് എന്നെ വെച്ചു. അത് കഴിഞ്ഞ് വേണ്ട, അയ്യോ മല്ലികാന്റി പിന്നെ ലൂസ് സ്റ്റോക്കറാണ്, എല്ലാം വിളിച്ചു കൂവിക്കളയും എന്നൊക്കെ പറഞ്ഞ് മാറ്റി. ഇത് കേട്ടാ തോന്നുന്നു ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോസ്റ്റാണ് നമുക്ക് തന്നു. അത് ആർക്ക് വേണമെന്ന് ഇതൊക്കെ മെമ്മറി കാർഡ് അന്വേഷിക്കാൻ? പിന്നല്ല, ബെസ്റ്റ് ജോലി. എന്നിട്ട് വേണം ബാക്കി കൂടെ കേൾക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ഒരുത്തരുടെ മെമ്മറി കാർഡ് എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ ആരെ വേണേ വെച്ചു. അപ്പം പിന്നീട് എനിക്ക് വന്നവർ അത് കണ്ടോ, ഞങ്ങൾ പകരം ഒരാളെ വെച്ചു. അതിൽ 2 പേര് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ, ഇപ്പം എന്തിനാ ഇത് കുത്തിപ്പൊക്കുന്നതെന്ന് ചോദിച്ചു. ജനറൽ ബോഡിയുടെ അന്ന് ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ പാടില്ലാതെ ഞങ്ങൾക്ക് നടന്മാരുടെ നിർദ്ദേശം. ഇങ്ങനെ തമ്മിലടി വഴക്കും വയ്യാവിലി അതൊക്കെ മാറി ഇതെല്ലാവർക്കും വേണ്ടിയുള്ള സംഘടനയാണെന്നും എത്ര പടമുണ്ടെന്ന് നോക്കിയിട്ടോ ഏതൊക്കെ നായകൻ്റെ കൂടെ അഭിനയിച്ചു നോക്കിയിട്ടോ അങ്ങനെയൊന്നും അതൊന്നും അല്ല ക്രൈറ്റീരിയ. ഇറ്റ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദി ആർട്ടിസ്റ്റ് അല്ലേ? അതെന്ത് തന്നെ ആയിക്കോട്ടെ.
അസുഖം ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് ഇവർ സീനിയേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എങ്ങനെ നമ്മളൊക്കെ എന്തോന്നു ഇത് അങ്കടന. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണെങ്കിലും ചേച്ചിയുമായിട്ട് ചേച്ചി എന്ന് ഒരിക്കലും അമ്മയുമായിട്ട് ഇങ്ങനെ ഒന്നിരുന്ന് മോനെ നിർത്തി വെച്ചതാണ് കഴിഞ്ഞ 3 മാസമായിട്ട്. ഇന്റർവ്യൂ അല്ലേ? ഇട്ടിട്ട് എവിടുന്റെ ഒരു ലൈന് എങ്ങനെ എനിക്ക് തരാൻ തോന്നി, വിളിച്ച് എവിടെങ്കിലും കണ്ട. അല്ല ഇനിയും തരണം, നമുക്ക് ഇനിയും ഇരിക്കണം, ഇനിയും പുതിയ പുതിയ കഥകൾ. നിങ്ങളുടെ ഇത് എങ്ങനെയാണെന്ന് കാണണ്ടേ, പാലും തുമ്പൊക്കെ എടുത്തിട്ട് വല്ലവരും. ഒരിക്കലുമില്ല, ഞാൻ പറയുന്നത് അമ്മയ്ക്ക് ഇട്ട് തരാം, അമ്മ ഇട്ട് കണ്ടിട്ട് എന്താ കൺവിൻസ് ആയിട്ട് ഞങ്ങൾ ഇടും. ഒരു വാചകത്തിനെ അവരുടെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇല്ല നമ്മുടെ അങ്ങനത്തെ സമീപനം ഇല്ല. നമ്മുടെ ഇന്റർവ്യൂയുടെ പാറ്റേൺ എന്താ അമ്മയെടുത്ത് നോക്കിയാൽ മതി, അത് കണ്ടായിരുന്നല്ലോ. അപ്പം ചേച്ചി അമ്മ ഏറ്റവും രസകരവും അതുപോലെ തന്നെ നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായിട്ട് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ ഇല്ല, ഒരിക്കലും ഇല്ല. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതുമല്ല മല്ലികാമ്മയ്ക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഈ ഇത് എന്തേലുമായിട്ട് അല്ലെ, ആ ഒരു ചിന്താഗതിയാണ്. എന്തായാലും കൃത്യമായ നിലപാടുകൾ കൃത്യമായ സമയത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയണം, ഇനിയും തുടരണം, ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ. തീർച്ചയായിട്ടും മോനെ, ഞാനും അതേ പറയുന്നുള്ളൂ. വെച്ചാൽ ഈ നാട്ടിൽ ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് നിങ്ങളെ പോലെയുള്ള അടുത്ത തലമുറയാണ്. അപ്പോൾ നല്ല ഒരു സമാധാനവും സന്തോഷവും ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ, അത് നിങ്ങളെയൊക്കെ ഒരു സാധാരണക്കാരായ പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അവരുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കാനുള്ള ഒരു പ്ലാനിങ് പദ്ധതി, ഇതൊക്കെ കൊണ്ടുവരട്ടെ. അതൊക്കെ ഞങ്ങളും കൂടെ ഒക്കെ ശ്രമിക്കും. തീർച്ചയായിട്ടും. എല്ലാ ഐശ്വര്യമായിട്ട് വരട്ടെ. ശരി.